വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ മീനാക്ഷീനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതേ ഞങ്ങൾ കോണത്തുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് അച്ഛമ്മയുടെ 15ാമത്തെ ശ്രാദ്ധമാണ് കേട്ടോ. അപ്പോൾ ദേ മക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ റെഡി ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ദേ ശ്രാദ്ധ കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് വന്ന് വേഗം വന്ന് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം അങ്ങനെ അങ്ങനെ ഈ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമോട് കൂടി ഇരുന്ന് എല്ലാ കൊല്ലവും ഓട്ടത് കേട്ടോ. ഇതിപ്പോൾ അച്ഛമ്മയുടെ 15ാമത്തെ കൊല്ലം. അച്ചച്ചൻ്റെ കുറേ വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചച്ചൻ്റെയും അച്ഛമ്മയുടെയും ശ്രാദ്ധത്തിന് ഇവരെല്ലാവരും കൂടി ഒത്തുകൂടി ഇതേമാതിരി ഒരുമിച്ചിരുന്ന് ശ്രാദ്ധം ഊട്ടണ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ വരിക. അതുമാത്രമല്ല ഇനി ഉച്ചയ്ക്ക് സദ്യയും ഒക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോവുള്ളൂ. അതുവരെ ഇവിടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദേ ആ അച്ഛനും അമ്മയ്ക്കുള്ള സന്തോഷം തന്നെയാണ് ദേ ഈ കാക്കകളുടെ കൂട്ടം അല്ലേ. എന്തോരം കാക്കകളെ വന്നായിരുന്നേ. അപ്പോൾ എല്ലാവരുടെയും ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാതെ എൻ്റെ കൊത്തി എന്നൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവരുടെ സന്തോഷമാണ് ഈ കാണുന്നത്. അവർ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ശ്രാദ്ധൂട്ടിലെ ചടങ്ങുകൾ ഇനി അടുത്തത് ദക്ഷിണ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ കണ്ണെഴുതാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവർ കണ്ണെഴുതാനുണ്ട്. ഇപ്പോൾ സ്വാമി പറയുന്നുണ്ടായി അങ്ങനൊന്നും ഒരു ചടങ്ങുമില്ല എന്ന്. പക്ഷേ ഇവരെല്ലാ കൊല്ലമായിട്ട് ഈ കണ്ണെഴുതൽ ശീലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഇവരെല്ലാവരും കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ദേ അച്ഛനും കുഞ്ഞച്ചനും ഒക്കെ ദേവ്യമായും കണ്ണെഴുതിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ദേ എലിയൊക്കെ ഇട്ടിട്ടുണ്ട് ശ്രാദ്ധച്ചോറുണ്ടാൻ. അമ്മയും രമണി കുഞ്ഞമ്മയാണ് അടുക്കളയിലുള്ള ആൾക്കാർ കേട്ടോ. അവരാണ് ഈ ശ്രാദ്ധത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാർ. അപ്പോൾ ദേ അവർ ചായയും സാധനങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ദേ സ്വാമി ദേ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ നേരം ഇതിൽ വർത്താനം പറഞ്ഞിരുന്നിട്ട് അതും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് അവർ ഭക്ഷണമൊക്കെ കഴിക്കൂട്ടോ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതേ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ നിന്നിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ പോകട്ടെ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. സെക്യൂരിറ്റി അങ്ങനെ മണിക്കുട്ടിയൊക്കെ വന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് അവളും ശ്രാദ്ധച്ചോറൊക്കെ ഉണ്ട് അവൾ പോയിട്ട്. ഇനി സദ്യ ഉണ്ടാകാനാണ് എല്ലാവരും വരിക. അപ്പോൾ അതേ എല്ലാവരും റീൽസ് എടുക്കാൻ പറഞ്ഞത് ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി റീൽസിൻ്റെ പൊടി പൂരാണ്. എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമ്മയും സൗമ്യയും എല്ലാവരും കൂടി വരുന്നത് ഡാൻസ് ഒക്കെ പഠിച്ച് അങ്ങോട്ട് കളിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ റീൽസ്. ഒരാൾ പോട്ടെ. അടുത്താള് എന്നിട്ട് എല്ലാരും കൂടെ അവിടെ നിന്ന് കളിക്കണേ. കളിക്ക് എല്ലാരും കൂടി
ഡാൻസ് ടീച്ചർ ഒരേ സൈഡിലേക്ക് ഓക്കെ സിങ്ക്രണൈസ് ചെയ്യാൻ നോക്കാം എല്ലാവരും ഒരേ സൈഡിലാക്കാൻ നോക്കാം തുടങ്ങാം ഞാൻ ഈ പാട്ട് വെക്കാൻ നിങ്ങൾക്ക് ചെയ്യണം നോക്കട്ടെ കേട്ടാ. പിന്നെ എന്നെ നോക്കിട്ടാ ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിക്കണം എന്തെങ്കിലും അങ്ങനെ ഞങ്ങളെ കെട്ടിപ്പിടിക്കണം നിങ്ങളെല്ലാരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് 2-3 റീൽസും അമ്മായിമാരും കുഞ്ഞമ്മമാരും അമ്മയും ഒക്കെ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ റീൽസിലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണണം. പിന്നെ ദേ ഉച്ചയായപ്പോഴേക്കും നല്ല മഴയായിട്ടുണ്ട്. പിന്നെ ദേ എല്ലാവരും വന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ചോറൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ചെയ്യുമ്പോ പിടിക്കും പപ്പടം വിളമ്പുന്ന ഓ എന്താ തിരക്കൂടെ അച്ചാറ് വേണം അച്ചാറ് വെറുതെ അയ്യോ രക്ഷിക്കണേ. കുറച്ചും കൂടി എന്താ പറയുക പായസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഉമ്മയോട്. പായസം എങ്ങനെയുണ്ട് അമ്മേ? സദ്യ എങ്ങനെയുണ്ട്? സദ്യ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്ന് എങ്ങനെയുണ്ട് അമ്മാവ? രസാ? അങ്ങനെ വിളമ്പലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ചോറുണ്ണാനിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടപ്രഥമനൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാല്ലേ. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അടപ്രഥമനം കൂട്ടി നല്ലൊരു സദ്യയൊക്കെ കഴിഞ്ഞു. സദ്യ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അതേ എല്ലാവരും കൂടിയും ബാക്കി കുറേ സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാവരും കൂടിയും ഭാഗിച്ച് അങ്ങോട്ട് കൊണ്ടുപോകലാണ് അടുത്ത ചടങ്ങ്. അതും കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണ പരിപാടിയിലേക്ക് എല്ലാവരും പോകും കേട്ടോ. അപ്പോൾ ഞാനും സൗമ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും 2-3 റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗ്രീഷ്മ എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഗ്രീഷ്മേനൊക്കെ ഇപ്പോൾ കണ്ടൊരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് വൈകുന്നേരമായപ്പോഴാണ് കേട്ടോ ഞാൻ തിരിച്ച് കൊടകരയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് അച്ഛമ്മയുടെ ശ്രാദ്ധമൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ എല്ലാ കൊല്ലത്തെ പോലെയും അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണ്ടല്ലോ, പറഞ്ഞോളൂ.